നമ്മളുടെ പ്രേക്ഷകർക്ക് വലിയ പരാതിയാണ്. മറുനാടൻ അയോധ്യ സംഭാവനക്കൊള്ള എന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത്. നമ്മൾ ലൂസ് ടോക്കിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോക്കസ് ഔട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചർച്ച എല്ലാ വിഷയം എല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെ അത് രാഷ്ട്രീയവും ഒന്നുമില്ല. നമ്മൾ BJP-യുടെ ഇത് നയം നടപ്പാക്കുന്നവരൊന്നും അല്ല. ആര് തെറ്റ് ചെയ്താലും നമ്മളത് ചൂണ്ടിക്കാണിക്കും. അത് തന്നെയാണ് നമ്മുടെ രീതി. അല്ല, ഇവിടെ അവിടെ ഇത് BJP-യുമായിട്ട് ബന്ധമില്ലല്ലോ. ഇത് ക്ഷേത്ര ട്രസ്റ്റിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളാണ്. അത് അവിടുത്തെ നോട്ടപ്പശ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. അതിനകത്ത് എല്ലാം എന്താണ് അവിടെ വെച്ചിരുന്ന CCTV കള്ളന്മാർ എവിടെയാണെങ്കിലും കക്കും അല്ലേ? അല്ല, അതാണ് അത് കേരളത്തിലാണ്. നമ്മൾ ശബരിമല കണ്ടതാണ്. കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ അന്താരാഷ്ട്ര പ്രശസ്തി വളരെ കുറഞ്ഞ സമയം കൊണ്ട് കിട്ടിയ ഒരു ക്ഷേത്രമാണത്. അല്ല, അവിടുത്തെ BJP സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആഗ്രഹ പൂർത്തീകരണമായിരുന്നു ഹിന്ദു സംഘടനകളെ സംബന്ധിച്ച് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ അത് പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേര് വിദേശങ്ങളിൽ ഇവിടെ നിന്നൊക്കെ തന്നെ ഒരുപാട് ഉപഹാരങ്ങൾ അവിടെ കൊണ്ട് കാണിക്ക സമർപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ആശാന്മാർ കൃത്യമായിട്ട് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. ഈ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന അവിനാശ് ശുക്ല ഒന്നാം പ്രതി അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണെന്നറിയോ, ഈ അന്വേഷണ സംഘം കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. 40 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അപ്പോൾ ഇവർ 70 തവണയായിട്ട് ഇയാളും കൂട്ടാളികളും ചേർന്ന് പണം മോഷ്ടിച്ച് ഒളിപ്പിക്കുകയാണ്. CCTV ഒന്നും അവർക്കൊരു വിഷയമേ അല്ല. അതെന്താണ് അങ്ങനെയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. CCTV ആദ്യമൊക്കെ ഉണ്ടല്ലോ, അത്രയും ധൈര്യം അവർക്ക് അങ്ങനെ ഒന്നുള്ളതാണ്. ആദ്യമൊക്കെ ഇവർ CCTV പേടിച്ച് മാത്രം പറഞ്ഞ് നിന്ന് മോഷ്ടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവരെന്ത് ചെയ്തു, CCTV പുല്ല് പോട്ടെ ഒരു വിഷയമില്ല, അതിൻ്റെ മുമ്പിൽ നിന്ന് മോഷ്ടിക്കുന്നത് മാത്രമല്ല, ഇവർ ചിലപ്പോൾ ഈ CCTV-യുടെ അടുത്ത് മുണ്ടും പൊക്കി കാണിച്ചാണ്. മെനിഞ്ഞാന്ന് ഞാൻ NDTV-യിൽ വാർത്ത കണ്ടിരുന്നു. ഇതിലെ ഒരു ജീവനക്കാരൻ, ചെറിയ പോസ്റ്റുള്ള ജീവനക്കാരൻ, അയാളെ കാമുകിക്ക് 1.5 ലക്ഷം രൂപ വിലയുള്ള iPhone വാങ്ങിക്കൊടുത്തു. പിന്നെ അവർക്ക് 6 ലക്ഷം രൂപ പോക്കറ്റ് വേണി 200 കാറ് വാങ്ങുന്നു. അപ്പോൾ ഇത് വളരെ സാധാരണ പാവപ്പെട്ട വീട്ടിൽ ജനിച്ച അവിടെ ചെറിയൊരു ജോലിയുള്ള ഒരാൾ ഇത്രയും ഇത് രസമുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ നേതാക്കന്മാരെ പോലെ അല്ലേ ഇത്. ഇവിടെ ഇവർ ഇത്രയും സമ്പാദിച്ചാലും വെള്ളയൊക്കെ ഇട്ട് വളരെ സിമ്പിളായിട്ട് നടന്നു കാണിക്കും. അവിടെ അതല്ല, ഇവന്മാർ കിട്ടിയ പൈസ മുഴുവൻ കൊണ്ട് ദൂരത്ത് പരസ്യമായിട്ട് നാട്ടുകാർ മുന്നേ ദൂരത്തടിക്കായിരുന്നു. വെറുതെ പൈസ കിട്ടുമല്ലോ, കൊണ്ടം കൊടുക്കുക. ഇപ്പൊ ഇത് നോക്കി ഇയാളുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുക ഇതുവരെ പിടിച്ചെടുത്തിരിക്കുക. അയാളുടെ കയ്യിൽ നിന്ന് 20.39 ലക്ഷം രൂപ പിടിച്ചെടുത്തു. അതുപോലെ $1121. അതിന്റെ വില, ഡോളറിന്റെ വില നമുക്ക് ഊഹിക്കാം. ഈ ഡോളറൊക്കെ എടുത്ത് പോക്കറ്റിലിട്ടൊക്കെ പോവാണ് അല്ലേ. ഞാൻ അൽ കമലാസനാണെന്ന് സലീം കുമാർ ഒരു സിനിമയിൽ പറയുന്ന പോലെ, ഞാൻ ദുബായിൽ നിന്ന് വരികയാണ്, പണ്ടത്തെ പോലെ ഇവിടെ മൂക്കളെ ഒരുപ്പിച്ച് നടന്ന വെറും കമലാസൻ അൽ കമലാസൻ. ഇവനപ്പൊ നാട്ടിലൊരു അൽ കമലാസൻ, സ്വന്തം കണ്ണുകളിൽ പോയ പണക്കാരൻ. അതാണ്. അപ്പൊ ഇവനും അങ്ങനെ തന്നെ ആയിപ്പോയെന്ന് തോന്നുന്നു. അതിന്റെ കൂട്ടത്തിൽ വെള്ളി ആഭരണം, വില പിടിച്ച മറ്റു വസ്തുക്കൾ, കാറ്, ഇതൊക്കെ പിടിച്ചു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര നാളായി, ഒരു 5-6 മാസം കൊണ്ടാണ് ഇവർ. നമ്മൾ ശബരിമലയിൽ വർഷങ്ങളെടുത്ത് ചെയ്ത കാര്യമൊക്കെ അതിന്റെ കടത്തി വെട്ടിക്കൊണ്ട് ഇവർ മാസങ്ങൾ കൊണ്ട് ചെയ്തു എന്നുള്ളിടത്താണ്. പിന്നെ അനുകൽപ് മിശ്ര, ലവകുശ് മിശ്ര, കരുണേഷ് പാണ്ഡെ, രാംശങ്കർ മിശ്ര എന്നിവർ പണം മറച്ചു വെക്കാൻ. ഒരാളുടെ പേരൊക്കെ ലവകുശ് പാണ്ഡെ എന്നാണ്. ലവനും കുശനും എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ മക്കളാണ്. അങ്ങനെയുള്ള മക്കളാണ്. ആ 2 മക്കളുടെയും ഗുണമുള്ള ഒരു പേരാണ് അവൻ ഇട്ടിരിക്കുന്നത്, ലവകുശ് മിശ്ര. പക്ഷേ ഈ ലവകുശ് അതിനെക്കാട്ടി വലിയ കൊള്ളക്കാരനായിരുന്നു. അപ്പോൾ ഇതിനകത്ത് രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഭാരവാഹികൾ, ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, അതായത് മുൻ ട്രസ്റ്റി അനിൽ മിശ്ര, അതുപോലെ ഈ അഡ്മിനിസ്ട്രേറ്റർ പ്രത്യേക ക്ഷേത്രസ്ഥാനങ്ങളിൽ നിന്ന് നീക്കപ്പെട്ട ഗോപാൽ റാവു, ഇവരെല്ലാവരും കർഷകപുരത്തേക്ക് സ്ഥാനം മാറ്റി. ഇവിടുത്തെ ക്ഷേത്ര സമുച്ചയത്തിൽ ഇവർക്ക് പ്രത്യേക താമസ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ താമസിച്ചായിരുന്നു കൊള്ളയടിച്ചുകൊണ്ടിരുന്നത്. സുഖമല്ലേ, താമസിച്ച്. അതായത് ഈ പൈസയൊക്കെ എടുത്തോണ്ട് പോയിട്ട് നേരെ ചാണകക്കുഴിക്കകത്ത്, കച്ചിത്തുറൂലകത്ത്, ടോയ്ലറ്റ് കൊണ്ട് പൈസ വെച്ചിരുന്നു. കാരണം ടോയ്ലറ്റിൽ ഇതില്ലല്ലോ, CCTV ഇല്ല ടോയ്ലറ്റിനകത്ത്, അവിടെ കൊണ്ട് വെച്ചിരുന്നു എന്നാണ്. എന്തൊരു ബുദ്ധിമാന്മാരാണെന്ന് ആലോചിച്ച് നോക്കിയതൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനപരമായി ഇതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ സമ്പത്ത് റായ് തന്നെയാണ്. അദ്ദേഹം എനിക്കിതിൽ ബന്ധമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആൾ തന്നെയാണ്. അദ്ദേഹം അവരെ തന്നെ ഇവരെ കൊണ്ട് നിയമിച്ചിട്ടുള്ളത്. സർക്കാർ സ്ഥാപനമല്ലല്ലോ ഇത്. ഏതായാലും UP സർക്കാർ വളരെ സ്ട്രോങ് നിലപാടെടുത്തിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് ഇക്കാര്യത്തിൽ വളരെ കർശന നിലപാടുവരെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കുറ്റവാളികളെ പിടികൂട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അവർ പറയുന്നത്, യോഗി പറയുന്നത് ഏതാനും പേർ ചേർന്ന് നടത്തിയ ഒരു പരിപാടി, അതിന്റെ പേരിൽ ട്രസ്റ്റിനെ മൊത്തം നിങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പൊ ചമ്പത്ത് റായ് ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു. അദ്ദേഹം നല്ല പ്രായമുള്ള മനുഷ്യനാണ്. പക്ഷെ അയാളൊന്നും മോഷ്ടിച്ചതായിട്ട് അറിയില്ല. ഇതിനകത്ത് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്, ഈ പണം കണ്ട് മഞ്ഞളിച്ചു പോയ ഇവര് ഈ സാധനം അടിച്ചു മാറ്റിയതാണ്.
അല്ല, ഈ ചമ്പത്തറായെ പോലെയുള്ള നമ്മുടെ നാട്ടിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ വലിയ പദവി ഇരിക്കുന്നവരുണ്ട്. ഇവർ ചുറ്റും കൂടുന്ന ഈ ആരാധക വൃന്ദത്തിനെ കയറ്റി വിടും. അവരിങ്ങനെ പോഴ്ത്തും വന്നതാണ്. ചുരുക്കത്തിൽ അവസാനം കള്ളനെന്ന് പേര് കേൾക്കുന്നത് ഈ മനുഷ്യനായിരിക്കും. ഇവരെ കൊണ്ടുവന്ന ആരാണോ അയാൾ എത്ര സത്യസന്ധനാണെങ്കിലും അയാൾ കള്ളനെന്ന് പേര് കേൾക്കേണ്ടി വരും. ഇവര് വ്യാജമായിട്ട് രസീതടിച്ചു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരും ലോഗോയും ഉൾപ്പെടുത്തി അവർ വ്യാജ രസീതടിച്ച്, എന്നിട്ട് ഈ വ്യാജ രസീത് കൊണ്ട് നടന്ന് പിരിവുണ്ടായിരുന്നു. അതാണ്. അപ്പോൾ ഈ ലവകുശ് മിശ്രയും ഈ ടിന്നു യാദവും നികൽപ് മിശ്രയൊക്കെ ജയിലിലായിരുന്നല്ലോ. അവരെ കസ്റ്റഡി മേടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ കുറേ രസീത് അടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഓരോ പണ്ട് സർദാർജി ഫലിതം ഉണ്ടായിരുന്നു. ഇയാൾ കള്ളനോട്ട് അടിച്ചു കഴിഞ്ഞപ്പം അയാൾ പിന്നെ 15 രൂപയുടെ നോട്ടും 25 രൂപയുടെ നോട്ടും 7 രൂപയുടെ നോട്ടും ഒക്കെ അടിച്ചു. എന്നിട്ട് ഇയാൾ ഇത് ഒരു മലയാളിയുടെ കടയെ കൊണ്ട് കൊടുത്തു. അപ്പൊ അയാൾ ബാലൻസ് ആയിട്ട് ഒരു 3 രൂപയുടെ നോട്ടും ഒരു 8 രൂപയുടെ നോട്ടും കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു കഥ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ആശാന്മാര് എന്താ സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കിയ ഒരു നമ്മുടെ രാഷ്ട്രീയക്കാരെ ചെയ്യും പോലെ തന്നെ ഈ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഇപ്പോഴും ഇത്തരം രസീത് കൊണ്ടുവക്കുന്ന ചില പഴയ പ്രാദേശിക നേതാക്കന്മാരുണ്ട്. ഇത് കുറ്റി പഴയതായിരിക്കും. അതാണ്. അല്ല, ഇത് ഈ പലരും ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന് നേരെ അതിശക്തമായ തോതിൽ തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നുണ്ട് കോൺഗ്രസും മറ്റൊക്കെ തന്നെ. കോൺഗ്രസ് അങ്ങനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മുലായം സിംഗിൻ്റെ പാർട്ടി, പിന്നെ എന്താണ് സമാജ്വാദി പാർട്ടി, അവർ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അഖിലേഷ് യാദവ് ആണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഇതിൻ്റെ പിന്നാലെ കൂടിയിട്ടുള്ള ഒരാൾ. ഈ അന്വേഷണം നടത്തണമെന്നും ഇതിൻ്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുപോകുന്നതിലും അഖിലേഷ് യാദവിന് വലിയൊരു പങ്കുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ രാഷ്ട്രീയപരമായി വളരെ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണിത്. അതെ, അത് പക്ഷേ ഇനിയിപ്പോൾ ഇവർക്ക് ഇത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ ഈ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറച്ചു പേരാണ്. ഈ കുറച്ചു പേരെന്ന് പറഞ്ഞാൽ അവരാരും പ്രധാനികളൊന്നുമല്ല. ഇവരെല്ലാം സ്വന്തമായിട്ട് കൈയിട്ട് വാരി അവരെ വീട്ടിൽ കൊണ്ടുപോകാൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇത് കൊണ്ടുവന്ന് BJP കൊടുക്കുവോ യോഗി ആദിത്യനാഥിന് കൊടുക്കുവോ അല്ലെ ഇവരൊന്നും ഇല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇത് വാരി എടുത്തിട്ട് ഇവരെ വീട്ടിൽ കൊണ്ടുപോകുന്നു. ഇവരെന്നിട്ട് ഈ പറഞ്ഞ പോലെ കാമുകിക്ക് എന്നാ പിടിച്ചോ നിനക്ക് ഒരു 5 ലക്ഷം സ്നേഹിക്കുക, ഇതങ്ങ് കൊടുക്കുകയാണ്. അപ്പം ഒന്നുമില്ലാത്ത ആൾക്കാരാണ്. നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം ഈ അയോധ്യയിൽ മാല വയ്ക്കാൻ വന്ന പെങ്കൊച്ചാണല്ലോ വൈറലായ. അയോധ്യയിലെ കുംഭമേളയിൽ മാല വയ്ക്കാൻ വന്ന പെങ്കൊച്ച. കുംഭമേള സമയത്താണ് പോലും ഇത് ഏറ്റവും അധികം ഇവിടുന്ന് കാശ് പോയിട്ടുള്ളത്. കാരണം ആളിങ്ങനെ വന്ന് കൂടെയല്ലേ, അവരോട് കൊടുക്കുന്ന പൈസയ്ക്ക് രസീതുമല്ലോ ഉണ്ട്. എല്ലാം കൊണ്ട് അവർ അങ്ങ് അർപ്പിക്കുകയാണ് അവിടെ ആ സന്തോഷം കൊണ്ട്. അടുത്തൊരു വീട്ടിൽ കൊണ്ട് ഞാൻ പറഞ്ഞ ഈ കുംഭമേള കൊച്ച് പെട്ടെന്ന് അവിടെ വന്ന് ഏതോ ഒരുത്തന്റെ ക്യാമറയിൽ പതിഞ്ഞതോടെ ഈ കൊച്ചു വൈറലാകുന്നു. ഈ കൊച്ചിനെ ഏറ്റെടുക്കുന്നു. ഇതിന്റെ ജീവിതം തന്നെ മാറിമറിയാണ്. ഏതാ വെറും ചെറ്റക്കുടിൽ കിടന്ന ഒരു കൊച്ച് അവിടെ വന്ന് മാല വിൽക്കാതിരുന്ന, പഠിക്കേണ്ട പ്രായത്തിൽ വന്ന് മാല വിൽക്കാനിരിക്കുക, അച്ഛനെ അമ്മയെ സഹായിക്കാൻ വേണ്ടി വന്നിരുന്ന. അതിന്റെ കണ്ണുകളുടെ ഒരു പ്രത്യേകത കൊണ്ടും ആ കൊച്ചിനെ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ഭയങ്കര സൗന്ദര്യം ഉള്ളത് കൊണ്ടും അത് അങ്ങ് പെട്ടെന്ന് ഒരാൾ പടം എടുക്കുന്നു, ക്ലിക്കാകുന്നു. ഇരിക്കുന്ന ഇരിപ്പിൽ പെട്ടെന്ന് കോടീശ്വരിയായി മാറി. പക്ഷെ എന്ത് സംഭവിച്ചു? അതേക്കായി വേഗത്തിൽ താഴെ പോയി. അതിന്റെ ഭാവിയും പോയി, ജീവിതവും പോയി, എല്ലാം പോയി. വേറെ ഇന്നലെ വന്ന് ഒരുത്തനെ കണ്ട അവന്റെ കൂടെ കയറി പോയതോടെ ആ പരിപാടി അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ യുവമാര് നോക്കുമ്പോ നല്ല പോലെ പൈസ വരുന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ അങ്ങോട്ട് കൊടുത്തില്ലല്ലോ, കുറച്ച് ഞങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കട്ടെന്ന് വിചാരിച്ചു. അല്ല, അത് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ പോയി രസീത് എഴുതിയേക്കാൻ നമ്മൾ പൈസ കൊടുക്കുക. ഇതൊന്നും അല്ല, ആള് കൊണ്ടങ്ങ് സമർപ്പിക്കുക. അപ്പൊ ഇവരിത് എടുത്തു വെച്ചിട്ട് എല്ലാം കൂടി ഭഗവാൻ എന്തിനാ, അല്ലെ ഇവർക്ക് എന്തിനാ, ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട്, കുറച്ച് ഞങ്ങളങ്ങ് എടുക്കാം. അപ്പോൾ അവന്മാർ ആദ്യത്തെ ദിവസം 10 രൂപ എടുക്കും, പിടിച്ചില്ല. രണ്ടാമത്തെ ദിവസം 10 രൂപ എടുക്കും, പിടിച്ചില്ല. അപ്പോൾ അവൻ അടുത്ത ദിവസം 50 രൂപ എടുക്കും. ഇങ്ങനെ എടുത്തെടുത്ത ഒരു മാസം ആയപ്പോഴും പിടിക്കായപ്പോഴത്തേക്കും ഇവൻ ലക്ഷക്കണക്കിന് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ്റെ ഒരു പ്രശ്നം സംഭവിച്ചു. ഇത് ഇവന് ബാഗിൽ കൊണ്ടിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു, ഇവൻ്റെ വീട്ടിൽ ചാണകക്കുഴിക്കകത്ത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കെട്ടി ചാണകക്കുഴിക്കകത്ത് ഇടുന്നു. അല്ലെങ്കിൽ പശുവിന് കൊടുക്കുന്ന കച്ചി വലിക്കുന്ന തുറുവുണ്ട്, കച്ചിത്തുറു, ഈ കച്ചിത്തുറുവിനകത്ത് കയറ്റി വയ്ക്കും, ബാത്റൂമിൽ കൊണ്ടുവയ്ക്കുന്നു. പിന്നെ കട്ടിലിനടി ഈ പണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ പത്തനംതിട്ടയിലെ SBI ബാങ്കിൽ ഒരു കൊള്ള നടന്നു. അവിടെ പാർട്ട് ടൈം ആയിട്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് വന്ന ഓമല്ലൂരുകാരി ഒരു കൊച്ചു പ്രിൻസി എന്നായിരുന്നു ഇവിടെ പരിപാടി ഇതായിരുന്നു. ഇവൾ ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റ് ചെയ്യുന്ന ഇടയ്ക്ക് ഇവളുടെ ആങ്ങളയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ പിന്നെ അക്കൗണ്ടിലോട്ട് ഇവിടുന്ന് കുറെ പൈസ ഉണ്ടല്ലോ അങ്ങ് അയക്കും. എന്നിട്ട് ഇവരെ എല്ലാ ATM കാർഡ് മേടിച്ച് ഇവൾ കൈ വെച്ചിരിക്കുക. എന്നിട്ട് ഇത് ഇവൾ പോകുന്ന വഴിക്ക് ഇത് ATM കാർഡ് ഉപയോഗിച്ച് ഇതിങ്ങി വലിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് ഇത് ഈ പിന്നെ അക്കൗണ്ടിൽ കൃത്രിമത്വം വരുന്നു, പൈസ കാണാനില്ലാതായി. പോലീസ് അന്വേഷിച്ചു കേസെടുത്ത് അന്വേഷിച്ച് ചെന്നപ്പോൾ ഈ ആളാ പ്രതി. ഇവരെ വീട്ടിൽ ചെന്നപ്പോൾ എന്തോന്നറിയോ, ഇവരെ കട്ടിലടി മുഴുവൻ നോട്ട് കെട്ട് നിരത്തി വെച്ചിരിക്കുകയാണ്.
നല്ല സുന്ദരി ഒരു പെങ്കൊച്ച്. ഇവരെ കട്ടിലിനടി മുഴുവൻ നോട്ട് കെട്ട് നിരത്തി വെച്ചിരിക്കുന്നു. ഇവർ കിടക്കുന്ന ബെത്തയുടെ അടിയിൽ നോട്ട് കെട്ട്. എവിടെ തിരിഞ്ഞാലും ഇവരെ വീട് മുഴുവൻ നോട്ട് കെട്ടാ. ലക്ഷക്കണക്കിന് രൂപ ഇതുപോലെ വലിച്ചോണ്ട് പോയിരിക്കുകയാണ്. ഭയങ്കര മോഡസ് ഓപ്പറാണ്ടി ആയിരുന്നു ഈ സംഭവം. ഇവർക്ക് പരിചയമുള്ളവരെ കൊണ്ടെല്ലാം ഇവർ അക്കൗണ്ട് എടുപ്പിച്ചിട്ട് ഇവരെല്ലാം ATM കാർഡ് ഇങ്ങ് മേടിച്ച് കൈ വെച്ചു. എന്നിട്ട് ഇവരുടെ അക്കൗണ്ടിലോട്ട് ഈ പണം ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ നിന്നുകൊണ്ട് വലിയ അന്വേഷണമായിരുന്നു. ഈ അകത്ത് പോവുകയൊക്കെ ചെയ്തു. അന്ന് മാധ്യമങ്ങൾ ആഘോഷിച്ചു. ഞങ്ങളൊക്കെ അന്ന് ഭയങ്കരമായിട്ട് വാർത്ത കൊടുത്തതാ. എന്നിട്ട് ഈ ആങ്ങളൊക്കെ ഉണ്ട്. ആങ്ങളെയൊക്കെ വന്നിട്ട് ഈ പിന്നെ വലിയ വില കൂടിയ ബൈക്ക് മേടിക്കുന്നു, ഈ ഭക്ഷണം കഴിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു, ഡ്രസ്സ് മേടിക്കുന്നു. എന്നിട്ടും പൈസ ഇങ്ങനെ കിടക്കുക വീട് കട്ടിലടിയിലൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ് ഈ സംഭവം. ഇത് പോലീസിൽ നിന്ന് എടുക്കുന്നുണ്ട് ഈ സംഭവം എന്ന് പറഞ്ഞതുപോലെയാണ് ഇതും. ഇത് പിടിക്കത്തില്ലെന്ന് കരുതി ഇവള് നോക്കുമ്പോൾ പിടിക്കുന്നില്ല. 1 മാസമോ 2 മാസമോ പിടിക്കുന്നില്ല. അപ്പോൾ അവളിങ്ങനെ ഓരോ ദിവസം 50,000 എന്നുള്ള 1 ലക്ഷം ഒക്കെ ആക്കിയിട്ട് ഇതെല്ലാം കൂടെ ഒരു ദിവസം വലിക്കാൻ പറ്റും. അത് പലരുടെ അക്കൗണ്ടിലോട്ട് വിടും. അപ്പോൾ എന്നിട്ട് ഓരോ ATM കാർഡ് വെച്ച് പിടിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സംഭവം. ഇവർ ഇങ്ങനെയാണ്. ആദ്യം 50 രൂപ എടുത്തു, കുഴപ്പമില്ല. അടുത്ത ദിവസം 100 എടുത്തു, പിടിക്കുന്നില്ല. അപ്പോൾ പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ 50 60 എടുത്തോണ്ടിരുന്നിടത്ത് 1 ലക്ഷം 2 ലക്ഷം വലിച്ചോണ്ട് അതാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിപ്പം എന്താണ് അയോധ്യ കൊള്ള BJPയുടെ ആണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. BJPയുടെ ഒന്നും അത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത വൃത്തിയിട്ട് തന്നെയാണ്. പിന്നെ അത് കോൺഗ്രസ് അത് ഉപയോഗിക്കുകയാണ്. പിന്നെ ഒരു കാര്യം അവസരത്തിനകത്ത് ഉയർന്നു. ഇവിടെ പിണറായി വിജയനും ഒരു പരിധി വരെ രക്ഷപ്പെട്ട എന്തുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അത് SIT നിയോഗിച്ചു. അത് പിണറായി വിജയൻ നിയോഗിച്ചല്ല, കോടതി നിയോഗിച്ച. ആ കോടതി നിയോഗിച്ച SIT വന്ന് ഈ പറയുന്ന ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് സത്യത്തിൽ ഇവർക്ക് കോടതിയുടെ നിരീക്ഷണം ഉള്ളതുകൊണ്ടാണെന്ന് ചെയ്യാൻ പറ്റാത്തത്. അതല്ലെങ്കിൽ അവർക്കത് ഉപകാരമായിരുന്നു. പക്ഷെ അന്ന് അവരെന്ത് ചെയ്തു? ഈ പത്മകുമാറിനെ പോലുള്ളവരെ പുറത്താക്കായിരുന്നുകൊണ്ടുള്ള തിരിച്ചടിയാ പറ്റിയത്. അവിടെയാണ് കുഴപ്പം സംഭവിച്ചത്. അല്ലാതെ ബാക്കിയുള്ള കേസിലൊന്നും ഈ സ്വർണ്ണക്കൊള്ളയുടെ കേസിലൊന്നും ഇവരിലേക്ക് വരത്തില്ലായിരുന്നു. അതാണ് സംഭവിച്ചത്. എന്താണെങ്കിലും ശരി, അയോധ്യ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നേരായ വഴിക്ക് പോകുന്നുണ്ട്. ആൾക്കാരെ പിടിക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇതിന് പിന്നിൽ ഗൂഢാലോചനയൊന്നുമില്ല. കൈ കിട്ടിയോ കാശുമായിട്ട് പോയി, അത്രയും.